നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ശത്രുവിനെ തങ്ങളുടെ സമീപനത്തിലൂടെ മിത്രമാക്കിയ ഒരു കഥ പറയട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജ്ദിലേക്ക് ഒരു കുതിര സൈന്യത്തെ അയക്കുകയാണ്. ബനു ഹനീഫ ഗോത്രത്തിന്റെ തലവനായ സുമാമത്ത് ബിൻ ഉസാൽ എന്നിവരെ പിടിച്ചുകൊണ്ടുവന്ന് മദീന പള്ളിയുടെ തൂണിന്മേൽ കെട്ടിയിടുകയാണ്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമാമയോട് ചോദിക്കുന്നുണ്ട്, ഓ സുമാമ, എന്തൊക്കെയുണ്ട്? ഓ സുഖം തന്നെ. അങ്ങനെ കൊല്ലുകയാണെങ്കിൽ കൊന്നോളൂ, ഞാൻ അതിന് അർഹനാണ്. അങ്ങനെ മോചിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നന്ദിയുള്ളവനാകും. മറിച്ച് അങ്ങേക്ക് സമ്പത്താണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്ര തരാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നും പോവുകയാണ്. പിറ്റേ ദിവസവും വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഓ സുമാമ, എന്തൊക്കെയുണ്ട്? സുമാമ പറയുന്നു, എനിക്ക് ഇന്നലെ പറഞ്ഞത് തന്നെ പറയാനുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസവും ഈ സംഭവം തന്നെ അരങ്ങേറുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, സുമാമയെ അയച്ചുവിടൂ. ബന്ധനത്തിൽ നിന്നും മോചിതനായ സുമാമ പള്ളിക്കരികിലുള്ള കുളത്തിൽ ചെന്ന് കുളിച്ച് നേരെ പള്ളിയിൽ പ്രവേശിക്കുകയാണ്. എന്നിട്ട് ഉച്ചത്തിൽ പറയുന്നുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. എന്നിട്ട് സുമാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം അങ്ങയുടേതായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖം അങ്ങയുടേതാണ്. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മതം അങ്ങയുടേതായിരുന്നു. എന്നാൽ ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതം അങ്ങയുടെ ഇസ്ലാമാണ്. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള നഗരം അങ്ങയുടേതായിരുന്നു. എന്നാൽ ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നഗരം അങ്ങയുടെ മദീനയാണ്.